ഹലോ മിച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരുപാട് പേരെ കൊന്നുകളഞ്ഞ അതിക്രൂരനായിട്ടുള്ള ഒരു സൈക്കോപാത്ത്, ഒരു സീരിയൽ കില്ലർ. ഇയാളോട് പ്രതികാരം ചെയ്യാൻ പോകുന്നത് ചെറിയൊരു പെൺകുട്ടിയാണ്. പ്രതികാരം, പക, ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിന് പ്രായത്തിന്റെ അതിരുകളൊന്നുമില്ല. അതുപോലെ തന്നെ ഒരുപാട് പേരെ കൊന്നുകളഞ്ഞ ഈ ഒരു സീരിയൽ കില്ലർ, ഇയാൾ ശിക്ഷിക്കപ്പെട്ടത് ഒരാളെ കൊന്നതിന്റെ പേരിൽ മാത്രമാണ്. അപ്പൊ ഈ ഒരു സീരിയൽ കില്ലർ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു പെൺകുട്ടി. അവസാനം അവനിട്ട് കൊടുത്ത ആ ഒരു പണി, അതിനുവേണ്ടി അവൾ ഉണ്ടാക്കിയ ആ ഒരു പ്ലാൻ, മാസ്റ്റർ പ്ലാൻ എന്ന് പറയാം. അതായത് ദർ ഇസ് ഓൾവേസ് പ്ലാൻ ബി എന്നൊക്കെ പറയില്ലേ. അതായത് കഥയുടെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും, അല്ല അവളിപ്പോ എന്തിനാ അങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചെന്ന്. അത് കഥയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. മേ ബി ചില ആളുകളെ ക്ലൈമാക്സിൽ ഒന്ന് വിറപ്പിച്ച് കളയും. സത്യം പറഞ്ഞാൽ അവസാനം എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി കേട്ടോ. എന്തായാലും നമുക്ക് നേരെ പോകുകയല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ ഒരു കോർട്ട് റൂം കാണിക്കുകയാണ്. അവിടെ 7ഓളം ആളുകളെ കൊന്നുകളഞ്ഞ ഒരു സൈക്കോപാത്തിനെ കാണിക്കുന്നുണ്ട്, ബിയോം. ഇയാൾക്ക് വേണ്ടി കോടതി കൊടുത്ത ശിക്ഷ അത് വെറും 15 വർഷം മാത്രമായിരുന്നു. ഈ ശിക്ഷ കേട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഇടയിൽ നിന്നും ഓരോ ആൾക്കാരും എഴുന്നേൽക്കുകയാണ്. എന്ത് 15 വർഷമോ? അതൊന്നും പോരാ, ഇയാളെ തൂക്കി കൊല്ലണമെന്ന് 1-2 ആളല്ല, ഒരുപാട് പേര് എഴുന്നേറ്റ് പറയാണ്. കാരണം ഓരോരുത്തരുടെയും ജീവന് തുല്യം സ്നേഹിച്ച ആൾക്കാരെയാണ് ഈ ബിയോം കൊന്നിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ചെറിയൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഹെയ്ചോ. നിറ കണ്ണുകളുമായിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന ആ ഒരു പെൺകുട്ടി എന്താ ചെയ്യേണ്ടത്, എന്താ ഇവിടെ നടക്കുന്നത് എന്നൊന്നും ആൾക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അവളുടെ അച്ഛനെയും ഈ ബിയോം കൊന്നിരിക്കുകയാണ്. അങ്ങനെ ആ കോർട്ട് റൂമിൽ നിന്നും ഒറ്റയ്ക്ക് അവൾ പുറത്തേക്ക് പോയിട്ട് അച്ഛനെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവളുടെ അച്ഛൻ ഒരു പോലീസുകാരനായിരുന്നു. അച്ഛന്റെ കൂട്ടുകാരനായിട്ടുള്ള ഡിറ്റക്റ്റീവ് അങ്കിൾ അങ്ങോട്ടേക്ക് വരികയാണ്. അവളെ സമാധാനിപ്പിക്കുകയാണ്, മോള് പേടിക്കേണ്ട, ഇനി അങ്കിളിന്റെ കൂടെ മോക്ക് ജീവിക്കാട്ടോ. ഇവിടെ വെച്ച് ഒരാഴ്ച മുന്നേ നടന്ന ഒരു കാര്യം നമ്മളെ കാണിക്കുകയാണ്. ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അതായത് ഹെയ്ചുവിന്റെ അച്ഛൻ ഒരു പോലീസുകാരനാണ്. മാത്രമല്ല ഈ ഇടയായിട്ട് നഗരത്തിൽ പല തവണയായിട്ട് കൊലപാതകം നടക്കുന്നുണ്ട്. ഒരു സീരിയൽ കില്ലർ ഇറങ്ങിയിട്ടുണ്ട്. ഇയാളെ തേടി ഇറങ്ങിയതാണ് ഹെയ്ചോ. എന്തായാലും ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഒരു ടാക്സിയിലാണ്. ആരൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ടാക്സി വിട്ട് ഈ ഹെയ്ചോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ മറ്റൊരാൾ വന്നിട്ട് ഈ ടാക്സിയിലേക്ക് ഇടിച്ചു കയറുന്നുണ്ട്. വേഗം തന്നെ ആ ഒരു ടാക്സി അവിടെ നിന്ന് പോവാണ്. ഇതിനുശേഷമാണ് ഈ പോലീസുകാരൻ നോക്കുമ്പോൾ ഇയാളുടെ കഴുത്തിന് ഭയങ്കര വേദന, ചോര ഒലിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആ വന്നു പോയത് ഇയാൾ അന്വേഷിക്കുന്ന ആ ഒരു സീരിയൽ കില്ലർ തന്നെയായിരുന്നു. ഹെയ്ചോവിന്റെ അച്ഛന്റെ കഴുത്തറുത്തിട്ടാണ് ഇയാൾ പോയത്. എങ്ങനെയൊക്കെയോ നടന്ന് വേച്ച് എഴഞ്ഞെഴഞ്ഞ് ഹെയ്ചോവിന്റെ അച്ഛൻ അവളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഹെയ്ചോ ആണെങ്കിലും നല്ല ഉറക്കായിരുന്നു. മകളോടൊന്ന് മുഖത്തേക്ക് നോക്കാൻ വേണ്ടി ആ ഒരു മനുഷ്യൻ ദയനീയമായിട്ട് പറയുന്നുണ്ടെങ്കിലും ആ മനുഷ്യൻ അവിടെ വെച്ച് മരണപ്പെട്ടു പോവാണ്. പിറ്റേ ദിവസം രാവിലെയായി ഹെയ്ജുവിന്റെ അച്ഛന്റെ കൂട്ടുകാരനായിട്ടുള്ള ആ ഒരു ഡിറ്റക്റ്റീവ് അങ്കിള് കുറെ നേരം ഹെയ്ജുവിന്റെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താവും, ഹെയ്ജോ അവളുടെ അച്ഛൻ മരിച്ചതുപോലും അറിയാതെ അവളുടെ അച്ഛന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പൊ തലയിൽ ഒരു തൊപ്പിയെല്ലാം വെച്ച് കൊടുത്തിട്ട് അടുത്തൊരു കേക്കും വെച്ച് അച്ഛൻ ഉറങ്ങിക്കോട്ടോ, അച്ഛൻ ഒരുപാട് ക്ഷീണുണ്ടല്ലേ, ഇതെല്ലാം പറഞ്ഞ ആ ഒരു കുട്ടി അച്ഛനെങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് ഡിറ്റക്റ്റീവ് ഇവനാകെ തരിച്ചു പോവാണ്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമല്ലേ ഈ ഒരു മനുഷ്യൻ കാണുന്നത്. എന്തായാലും ഈ കാര്യം ചെയ്ത ബിയോം ആ ഒരു കുറ്റവാളി പിടിച്ചു, അവന് ശിക്ഷ വിധിച്ചു. വെറും 15 വർഷം മാത്രം. അങ്ങനെ 15 വർഷങ്ങൾ കഴിഞ്ഞു പോവാണ്. ഈ ബിയോം ജയിലിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അവനെ കാത്തുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവ് അങ്കിള് അവിടെ ഉണ്ടായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് അവന്റെ തലയിലേക്ക് നോക്കി ഒരൊറ്റ ഏറ് കൊടുത്തിട്ട് പറയാണ്, ഒരാളെ കൊന്നതിന്റെ പേരിൽ മാത്രമാണ് നീ ശിക്ഷ അനുഭവിച്ചത്. ഇനിയുമുണ്ട് 6 പേരെ കൊന്നതിന്റെ ആ ഒരു കുറ്റം ഞാൻ ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. അത് മരിക്കുന്നതിന് മുന്നേ ഞാൻ നിന്നെ ജയിലിലാക്കിയിരിക്കും. നിനക്ക് ഞാൻ ശിക്ഷ മേടിച്ചു തന്നിരിക്കും. ഇയാളുടെ മുഖത്ത് നോക്കി കൂട്ടുകാരനോടുള്ള ആ ഒരു സ്നേഹം, അതിന്റെ ആ ഒരു ദേഷ്യം എല്ലാം കാരണം ബിയോമിനോട് ഹെയ്ജു പറയാണ്, ഇനി വേറൊരു കാര്യം, ഇനി എന്തെങ്കിലും എന്നോട് പറയാണ്, ഇതാ എന്റെ കാർഡ്, ഇതിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഡിറ്റക്റ്റീവ് അങ്കിള് അവിടുന്ന് പോകുന്നത്. ഇവിടെ സീൻ കട്ട അടുത്ത സീനിൽ നമ്മുടെ ഹെയ്ജോയെ കാണിക്കുകയാണ്. അവളിപ്പോ അല്പം വളർന്ന് വലുതായിട്ടുണ്ട്. എന്ന് കരുതി വലിയ കുട്ടിയൊന്നും ആയിട്ടില്ല, 15 വർഷമായിട്ടുള്ളൂ. കൂടിപ്പോയ ഒരു 18 വയസ്സ് അത്രേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഹെയ്ജോ ആണെങ്കിൽ ഇപ്പൊ നന്നായിട്ട് വയലിനൊക്കെ വായിക്കും കേട്ടോ. ഒരു സ്റ്റേജിൽ വെച്ച് അവളുടെ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ മരിച്ചത് കൊണ്ട് തന്നെ അവളുടെ അച്ഛന് നല്ല ബഹുമതിയും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ അവൾ നോക്കി നിൽക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവളുടെ കയ്യിൽ എന്തോ ഒരു എംബ്രോയിഡറി വർക്ക് ഉണ്ടായിരുന്നു. ഇതുമായിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഹെയ്ജോവിന്. മാത്രമല്ല പ്രായമായിട്ടുള്ള ഒരാള് നല്ല ഭാരമുള്ള എന്തോ ഒരു സാധനം ഉന്തി അങ്ങനെ പോകുമ്പോൾ ഹെയ്ജോ ഓടിച്ചെല്ലുകയാണ്, ഇയാളെ സഹായിക്കുകയാണ്. അതായത് അവളുടെ ആ ഒരു ക്യാരക്ടർ മനസ്സിലായില്ലേ. ഇതിനുശേഷം അവിടെ തന്നെ ഉണ്ടായിരുന്ന നല്ല ഹൈറ്റുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് അവൾക്ക് ചെന്ന് കയറിയിരിക്കുകയാണ്. കാരണം ഇവിടെ ഇരുന്നാൽ അവളുടെ അമ്മയെ നല്ല വ്യക്തമായിട്ട് തന്നെ കാണാം. അതായത് ഹെയ്ജുവിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ തന്നെ അച്ഛനും അമ്മയും ഡൈവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അമ്മ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അമ്മയോട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അമ്മ ഇങ്ങനെ നോക്കുമ്പോൾ അമ്മയുടെ കയ്യിലായിട്ട് ഒരു കെട്ട്, അതുപോലെ തന്നെ അമ്മയുടെ ആ ഒരു രണ്ടാമത്തെ ഹസ്ബൻഡ്, ഇയാളാണെങ്കിൽ കുറെ ലോട്ടറി ടിക്കറ്റും അതുപോലെ തന്നെ കള്ളം കുടിച്ച് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഹെയ്ജു നേരെ ഇയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇനി എങ്ങാനും എന്റെ അമ്മയെ തല്ലിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ കാണിച്ചു തരാന്ന് പറയണം. ഇതിനുശേഷം ഹെയ്ജോ നേരെ പോകുന്നത് സ്റ്റേഷനിലേക്കാണ്. അതായത് ഡിറ്റക്റ്റീവ് അങ്കിൾ അവൾ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്വന്തമായി ജോലി ചെയ്തിട്ട് അതിലൂടെ പണം സമ്പാദിച്ച് ജീവിക്കുന്നതാണ് ഹെയ്ജുവിന് ഇഷ്ടം കേട്ടോ. എന്തായാലും അങ്കിളിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്കിൾ അവിടുത്തെ സ്റ്റേഷനിൽ ഒരു ജോലി അവൾക്ക് കൊടുത്തിരിക്കുകയാണ്. അവൾ വന്നിട്ട് അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യും, എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ അതിന് പ്രതിഫലമായിട്ട് ഡിറ്റക്റ്റീവ് അങ്കിൾ എല്ലാ പോലീസുകാരുടെ കയ്യിൽ നിന്നും ഒരു നിശ്ചിത തുക മേടിച്ചിട്ട് നമ്മുടെ ഹെയ്ജുവിന് കൊടുക്കും. ഇപ്പൊ പുതുതായിട്ട് വന്നൊരു പയ്യനുണ്ട്, അവന്റെ കയ്യിൽ നിന്നും ഒരു $10
താടാ ആ പെൺകുട്ടിക്ക് കൊടുക്കാനോ പറഞ്ഞിട്ട് മേടിക്കുന്നുണ്ട്. ഇതേ സമയത്തിന് ഇവരുടെ ചീഫ് ഓഫീസർ വന്നിട്ട് ഡിറ്റക്റ്റീവ് അങ്കിളിനോട് ചോദിക്കുകയാണ്, ആ ഒരു ബിയോം ആ സൈക്കോപാത്ത് അവൻ ഇറങ്ങിയത് നീ അറിഞ്ഞോന്ന് ഈ ഡിറ്റക്റ്റീവ് അങ്കിളിനോട് ചോദിച്ചപ്പോൾ അറിഞ്ഞു, ഞാൻ അവനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു പറയണം. ഇപ്പൊ ചീഫ് ഓഫീസർ പറയണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എത്രത്തോളം ഡേഞ്ചർ ആണ് അവനെന്ന്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, അവനെ നന്നായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ഒരു ടീമിനെ പറഞ്ഞേക്കെന്ന് പറയാണ്. ഇപ്പൊ പുതുതായിട്ട് വന്നൊരു പയ്യനും വേറൊരു പോലീസുകാരനും കൂടെ ഈ ഒരു പരിപാടിക്ക്, അതായത് ബിയോമിനെ എപ്പോഴും ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഈ പുതുതായിട്ട് വന്ന പയ്യൻ ചോദിക്കുകയാണ്, 7 പേരെ കൊന്നിട്ടും എന്തുകൊണ്ടാ 15 വർഷം മാത്രം അവനെ ശിക്ഷിച്ചത്? ഇപ്പൊ മറ്റേ പോലീസുകാരൻ പറയാണ്, അത് പിന്നെ അവന് എതിരായിട്ട് തെളിവ് കിട്ടിയത് ഒരാളെ കൊന്നതിന്റെ പേരിൽ മാത്രമാണ്. ഹെയ്ജുവിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം പോലീസുകാരൊക്കെ ഭയങ്കരമായിട്ട് അലേർട്ടായി. ആ സമയത്താണ് ഒരു സീക്രട്ട് കോൾ ഞങ്ങൾക്ക് വന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാനും പറ്റി, ബിയോമിനെ പിടിക്കാനും പറ്റി. പക്ഷേ ആ ഒരു കേസിൽ മാത്രമേ അവനെതിരായിട്ട് തെളിവുകളുള്ളൂ. അതുപോലെ തന്നെ പുതുതായിട്ട് വന്ന ഈ ഒരു പയ്യൻ ചോദിക്കുകയാണ്, അല്ല ഈ ഒരു സൈക്കോപാത്ത്, ഒരു സീരിയൽ കില്ലർ, ഇവനൊരു പാറ്റേൺ ഉണ്ടാവുമല്ലോ, എങ്ങനെയാണ് ഇവൻ ആളുകളെ കൊല്ലുന്നത്? ഇവൻ ആദ്യം ചെയ്യുക, കൊല്ലാൻ ഉദ്ദേശിച്ച ആൾക്കാരുടെ കൈയും കാലും എല്ലാം അടിച്ച് പൊട്ടിച്ചു കളയും. ഇതിനുശേഷം ഒരു പോളിത്തീൻ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ ശ്വാസം മുട്ടിച്ച് കെട്ടിക്കൊന്നു കളയും. അതിനുശേഷം ഈ പട്ടിയൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, അത് കഴുത്തിൽ കെട്ടിയിട്ട് തൂക്കിയിടും കുറച്ചു നേരം. ഇതിനുശേഷം തുണ്ടമായിട്ട് ശരീരം വെട്ടിമുറിക്കും. ഇതെല്ലാം കേൾക്കുന്ന ആ ഒരു പുതിയ പോലീസുകാരൻ ആകെ പേടിച്ചു പോകുന്നുണ്ട്. ഇതെന്താ ചെകുത്താനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ചെകുത്താനല്ല, അതിനേക്കാൾ ഭീകരനായിട്ടുള്ള മറ്റേതൊരു ജീവിയാണത്. എന്തായാലും ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ബിയോമിനെ കാണിക്കുകയാണ്. ഏതൊരു വേശ്യസ്ത്രീയുമായിട്ട് ഒരു ഫ്ലാറ്റില് അവനതിങ്ങനെ എന്താ പറയാ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡീന്റെ ഇടയിൽ ഇവന്റെ ആ ഒരു ഭ്രാന്ത് തലക്ക് കയറുകയാണ്. ഒരു പോളിത്തീൻ കവർ എടുത്തുകൊണ്ട് ആ ഒരു പെണ്ണിന്റെ കഴുത്തിൽ കെട്ടിയിട്ട് അവളങ്ങനെ ശ്വാസം മുട്ടിക്കുകയാണ്. ഒരു മൃഗത്തിനെ പോലെ അവളങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബിയോമിനെ വിചാരിച്ചു ഇപ്പൊ ഇറങ്ങിയിട്ടല്ലോ വേണ്ടാന്ന് ചോദിച്ചിട്ട് അവളെ വെറുതെ വിടുകയാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞ് ഈ വേശ്യാസ്ത്രീ ബിയോമിനെ ഇവളാക്കി കൊടുത്ത ആ ഒരു ഏജന്റ് ഉണ്ടല്ലോ, ഇവന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണ, കള്ളപ്പന്നി, ഇതുപോലെയുള്ള കസ്റ്റമേഴ്സിനെ ഇനി എനിക്ക് മുട്ടിച്ചു തന്നാണ്ടല്ലോ, നിന്നെ കൊല്ലുന്നത് ഞാനായിരിക്കും, അതെന്താടാ പ്രാന്തനാണോ? ഈ വേശ്യാസ്ത്രീയും അതുപോലെ തന്നെ അവളുടെ ആ ഒരു ഏജന്റും സംസാരിക്കുന്നത് മറ്റൊരാൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. മറ്റാരുമല്ല, ചെറിയ പെൺകുട്ടിയായിട്ടുള്ള നമ്മുടെ ഹെയ്ജോ തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവൻ ഇറങ്ങാൻ വേണ്ടി നമ്മുടെ ഹെയ്ജോയും കാത്തിരിക്കുകയായിരുന്നു. അവനുമായി ബന്ധപ്പെട്ട ഓരോരുത്തരെയും അവൾ നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഏജന്റ് ഒന്ന് മൂത്രം ഒഴിക്കാനായിട്ട് ഒറ്റയ്ക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോയ സമയത്ത് ഇയാളുടെ പിന്നാലെ നമ്മുടെ ഹെയ്ജോ പോകുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഈ ഏജന്റിന്റെ തൊട്ടടുത്തേക്ക് മറ്റൊരാൾ വരികയാണ്. ഈ ഏജന്റ് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണോ, ഇതെന്താടാ ഞാൻ ഒഴിക്കുന്നതിലേക്ക് നീ തന്നെ നോക്കിയിരിക്കുന്നത് പറയുന്ന ആ സമയത്ത് തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു സർജിക്കൽ ബ്ലേഡ് എടുത്ത് ഇയാളുടെ കഴുത്തിലേക്ക് ഒരൊറ്റ വരയ്ക്കലാണ്. ഇയാൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മൂത്രത്തിൽ തന്നെ ആ ഒരു കത്തി ഇയാൾ കഴുകുന്നുണ്ട്. അതായത് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ബിയോം, ആ സൈക്കോപാത്ത് അല്ലേ ഇത്, വേറെ ആരോ ഒരാളാണിത്. എന്തായാലും ഇതിനുശേഷം ഈ സൈക്കോപാത്ത് നേരെ ചെല്ലുന്നത് കാറിലിരുന്ന ആ ഒരു വേശ്യയുണ്ടല്ലോ അവളെ കൊല്ലാനായിട്ട്. പിന്നിൽ നിന്നും അയാൾ അവളുടെ കഴുത്തിന് പിടിക്കുകയാണ്, കഴുത്ത് അറുത്ത് കളയാണ്. ഈ ഒരു കില്ലറെ നമുക്ക് സൈക്കോ 2 എന്ന് വിളിക്കാം. അപ്പൊ നമ്മുടെ ഹെയ്ജോ ചെറുതായിട്ടൊന്ന് ഷോക്കായിട്ടുണ്ട്. അവൾ തേടി വന്ന ആൾക്കാരെ മറ്റേതൊരാൾ വന്നിട്ട് കൊല്ലുന്നു, എന്താ ഇവിടെ നടക്കുന്നത്? ഇതിനുശേഷം ഹെയ്ജോ അവളുടെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ ആ ഒരു വീടിന്റെ തറയിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേ, ഒരുപാട് ന്യൂസുകൾ, ആ സൈക്കോ ആരൊക്കെ കൊന്നു, അവരുടെ ആ ഒരു ഫാമിലി, അതിന്റെ ആ ഒരു കേസുകൾ എങ്ങനെയാ പോകുന്നത്, ഈ സൈക്കോയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവൾ റിസർച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നല്ലേ, അവസരം കിട്ടുമ്പോൾ അവനിട്ടൊരു പണി കൊടുക്കാനായിട്ട് തന്നെ അവൾക്ക് എന്തോ വ്യക്തമായ പദ്ധതി ഉണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഡിറ്റക്റ്റീവ് അങ്കിളും ബാക്കിയുള്ള പോലീസുകാരും ഇന്നലെ ആ ഒരു സംഭവം നടന്നില്ലേ അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്നുണ്ട്. അപ്പോ ഈ ബിയോങ് എന്ന് പറഞ്ഞ സൈക്കോപാത്തിനെ ഫുൾ ടൈം നിരീക്ഷിക്കാനായിട്ട് 2 പോലീസുകാർ നിർത്തിയില്ല. അവരോട് ചോദിക്കുന്നുണ്ട് ഇത് ചെയ്തത് അവനാണോ എന്ന്. ഇപ്പൊ ആ 2 പോലീസുകാരും പറയുന്നത്, ഏയ് അതിനൊരു സാധ്യതയില്ല സാറേ, കാരണം ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഫുൾ ഡേ അവൻ ആ ഒരു ഫ്ലാറ്റിൽ തന്നെയായിരുന്നു, അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പൊ അവിടുത്തെ CCTVയും കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു വന്ന് ഈ ഡിറ്റക്റ്റീവ് അങ്കിൾ ചോദിച്ച സമയത്ത് അവർ പറയുന്നത് അതൊന്നും വർക്കിംഗ് അല്ല സാറേ. അതൊക്കെ പോട്ടെ, എന്തായാലും അവൻ അങ്ങ് അറസ്റ്റ് ചെയ്തേക്കെന്ന് ഡിറ്റക്റ്റീവ് അങ്കിൾ പറയാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്തതിനനുസരിച്ച് ഇവന് ജയിലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ബിയോം പറയണം, സാർ എന്തിനാ എന്നെ വെറുതെ അറസ്റ്റ് ചെയ്തത്, നിനക്കറിയില്ല ആ 2 പേരെ കൊന്നത് നീ അല്ലടാന്ന് ചോദിക്കുമ്പോൾ ബിയോം പറയാണ്, ഏയ് അല്ല സാറേ, എനിക്കെതിരായിട്ട് നിങ്ങളുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ, ഞാൻ ഫുൾ ടൈമും ആ ഒരു ഫ്ലാറ്റിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു, ഞാൻ അവിടെ മനസ്സമാധാനത്തോട് കൂടിയിട്ട് ഉറങ്ങുകയാണ്, പിന്നെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ ഈ അറസ്റ്റ് ചെയ്തത്? ഇതേ സമയത്ത് തന്നെ ഡിറ്റക്റ്റീവ് പറയാണ്, അല്ല മരിച്ചുപോയ ആ ഒരു വേശ്യാസ്ത്രീ അവൾ നിന്റെ കൂടി ആയിരുന്നില്ല ഇന്നലെ? എന്റെ പൊന്നു സാറേ, എനിക്ക് 15 വർഷമായിട്ട് ഉള്ളിലായിരുന്നു, എനിക്കും എന്റേതായ ആശകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുപോയത് എന്ന് കരുതി ഞാൻ എന്തിനാണ് അവളെ കൊല്ലാൻ നോക്കുന്നത്? ഞാനിപ്പോ പഴയതുപോലെ ഒന്നുമല്ല സാറേ, മനസ്സമാധാനത്തോടെ സമാധാനമായിട്ട് ജീവിക്കാനാണ് ഇനി ഞാൻ തീരുമാനിക്കുന്നത്. ഓഹോ, നിനക്ക് സമാധാനമായിട്ട് ജീവിക്കണല്ലടാന്ന് പറഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് അങ്കിള് അവന്റെ നെഞ്ചത്തേക്ക് നോക്കി ഒരറ്റ ചവിട്ട് കൊടുക്കാണ്. അഭിനയിക്കാൻ നിൽക്കണ്ട, ഇവിടെ വെച്ച് നീ വല്ലാതെ അഭിനയിക്കാൻ നിൽക്കണ്ട, നോക്കിക്കാൻ മോനെ, ഒരു ദിവസം ഞങ്ങളുടെ കയ്യിൽ നിന്നെ കിട്ടും, അന്ന് ഞാൻ പിഴിഞ്ഞെടുക്കോടാ നിന്റെ സകലമാന നീരുകളും. ഇതും പറഞ്ഞ് ഇപ്പൊ ബിയോമിനെ ഇവിടുന്ന് പറഞ്ഞേക്കാണ്. പോകുന്ന വഴിയിൽ നമ്മുടെ ഹെയ്ജോ അവിടെ തന്നെയാണല്ലോ ജോലി ചെയ്യുന്നത്. അവളുടെ ദേഹത്ത് ബിയോം തട്ടുകയാണ്, അവള് നിലത്ത് വീഴുന്നുണ്ട്. അപ്പൊ അവളുടെ കൈ പിടിച്ചിട്ട് ബിയോം അവളെ എഴുന്നേൽപ്പിക്കുകയാണ്. ആ സമയത്ത് അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു ID കാർഡിലേക്ക് അവൻ നോക്കി ആ ഒരു പേരും കാര്യങ്ങളൊക്കെ വായിക്കുകയാണ്. പിന്നെ ഈ ഒരു സൈക്കോ ബിയോം അവിടുന്ന് പോയി. ഇതേ സമയത്ത് തന്നെ ഹെയ്ജോ ബാത്റൂമിലേക്ക് ഓടുകയാണ്. അവളുടെ അച്ഛനെ കൊന്ന ആ ഒരു സൈക്കോ ഇവനാണെന്ന് ഹെയ്ജോന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് അവളുടെ ആ ഒരു കൈ നന്നായിട്ട് കഴുകുകയാണ്. പിന്നീട് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയം നോക്കിയിട്ട് അവളൊരു പേപ്പറിൽ കുറേ നേരം പെൻസിൽ കൊണ്ട് കുത്തി വരക്കാണ്. എന്നിട്ട് ഒരു റബ്ബർ എടുത്തുകൊണ്ട് അതങ്ങനെ മായ്ച്ച് അതിലൂടെ ഒരു ചിത്രം വരക്കാണ്. ആ ചിത്രം എന്തായിരുന്നു എന്നല്ലേ, ഇന്നലെ ബിയോമിന്റെ അടുത്ത് നിന്നും ഇറങ്ങി വന്ന ആ ഒരു വേശ്യ, അവൾ ആ ഒരു കാറിലേക്ക് കയറാൻ നിൽക്കുന്നത് ആ ഒരു ബ്രോക്കർ
ബ്രോക്കർ അവിടെ നിൽക്കുന്നത്. ഈ കാര്യമാണ് അവൾ ഈ ഒരു രീതിയിൽ ചിത്രം വരച്ചിരിക്കുന്നത്. കാരണം ആ സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ അവൾ ഇരിക്കുന്നുണ്ടായിരുന്നു, അവൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത് അവളുടെ ഒരു സ്റ്റൈലാണ്. അതുപോലെ തന്നെ ഹേജോ ഇപ്പൊ മറ്റൊരു വീടിന്റെ വലിയൊരു ബിൽഡിങ്ങിന്റെ മുകളിലാണ്. കാരണം അവിടെ നിന്ന് അവളുടെ അമ്മയെ നന്നായിട്ട് കാണാൻ കഴിയും. ഇപ്പൊ ഹേജോ നോക്കുമ്പോൾ അവളുടെ അമ്മയെ ആ രണ്ടാമത്തെ ഹസ്ബൻഡ് ക്രൂരമായിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അമ്മയാണെങ്കിൽ നിലവിളിക്കുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് ഹേജോ വേഗം താഴേക്ക് ഇറങ്ങാണ്. അതേ സമയത്തിന് ആ ഒരു രണ്ടാം ഹസ്ബൻഡ് വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇയാളുടെ അടുത്തേക്ക് ഹേജോ ചെല്ലുകയാണ്. ഞാൻ നിന്നോട് പറഞ്ഞതാണ് എന്റെ അമ്മയെ തല്ലാൻ പാടില്ലാന്ന്. ഇപ്പൊ ദേഷ്യം വന്ന ആ ചങ്ങായി പറയാണ്, ഞാൻ നിന്റെ അമ്മയും തല്ലും, വേണമെങ്കിൽ നിന്നെയും തല്ലുപടിയെന്ന്. നീ ആരാടി പീക്കിൽ പെണ്ണ ഇത് ചോദിക്കാനെന്ന് പറഞ്ഞു തീർന്നില്ല. അടി പൊട്ടുകയാണ് നമ്മുടെ ഹേജോന്റെ കയ്യിൽ നിന്ന്. ആ അടി കൊണ്ട് ഇയാൾ നിലത്ത് വീഴുന്നുണ്ട്. കാരണം എന്താ, അവളുടെ കയ്യിൽ കൈ മാത്രമായിരുന്നില്ല, കൂടെ ഒരു കല്ലും ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, വീണ് കിടക്കുന്ന ഇയാളുടെ തല തല്ലി പൊളിച്ചു കളയാണ് ഹേജോ. അതായത് ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യമുണ്ട്, അതൊക്കെ അങ്ങോട്ട് തീർക്കുകയാണ്. തല പൊളിഞ്ഞ് സ്പോട്ടിൽ തന്നെ ഇയാൾ മരണപ്പെട്ടു പോവാണ്. പിറ്റേ ദിവസം രാവിലെ ഈ ബിയോമിനെ നോക്കാനായിട്ട് 2 പോലീസുകാർ നിർത്തിയില്ലേ. ഇവരാണെങ്കിൽ കാറ് കിടന്ന് നല്ല ഉറക്കാണ്. ഇവരുടെ കാറിന്റെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ആ ഒരു ഗ്ലാസ് താത്താൻ വേണ്ടി പറയാണ്. നോക്കുമ്പോൾ മറ്റാരുമല്ല, ഈ സൈക്കോ തന്നെയാണ്. എന്നിട്ട് ഈ ബിയോം പറയാണ്, അല്ല നിങ്ങൾ എന്നെ നോക്കാനല്ലേ ഇവിടെ നിന്നത്, ദയവ് ചെയ്തിട്ട് ആ പണി നിങ്ങളൊന്ന് മര്യാദക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ വേറെ ആരെങ്കിലും ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ എന്റെ തലയിലാകും. അതായത് ബിയോം പറഞ്ഞ കാര്യം ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇതിനുശേഷം ഒരു വാക്കിങ്ങിനായിട്ട് ബിയോം പോകുന്ന സമയത്ത് ഇന്നലെ രാത്രി നമ്മുടെ ഹേജോ കൊന്നില്ലേ അവളുടെ രണ്ടാനച്ഛനെ, അയാളുടെ ബോഡി കണ്ട് ഒരുപാട് പേര് കൂടി നിൽക്കുന്നത് ഈ ഒരു സൈക്കോ കാണുകയാണ്. അതായത് ബിയോമും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കി. ഇതേ സമയത്ത് തന്നെ ഒരാൾ കുറച്ച് അകലെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ നോക്കുന്നത് ബിയോം കാണുകയാണ്. അത് ഈ ബിയോങ്ങിന് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. മിക്കവാറും അയാൾ തന്നെയായിരിക്കും ഈ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഈ കൊലയാളിയുടെ പിന്നാലെ തന്നെ ബിയോം ഓടുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഹേജോയാണ്. ഹേജോയും പരമാവധി വേഗത്തിൽ ഓടുന്നുണ്ട്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പാർക്ക് ഉണ്ട്, ആ പാർക്കിലേക്ക് അവൾ ഓടിക്കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ കൂടുകയാണ്. പിന്നാലെ വന്ന ബിയോങ്ങിന് ആ ഓടിയ വ്യക്തി ഇതിന്റെ കൂട്ടത്തിൽ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം അത് ഹേജോവിന്റെ മാസ്റ്റർ പ്ലാനിന്റെ 2ാമത്തെ ഘട്ടമാണ്. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ആലോചിച്ചു വെച്ചോട്ടോ. കാരണം കഥയുടെ അവസാനം മാത്രമേ അവൾ ഈ ഒരു പ്ലാന് പുറത്തേക്ക് എടുക്കാൻ പോകുന്നുള്ളൂ. ഇതിനുശേഷം ആശുപത്രിയിൽ കാണിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു രണ്ടാനച്ഛന്റെ ബോഡി അത് നമ്മുടെ ഹേജോവിന്റെ അമ്മയെ കാണിക്കുകയാണ്. അതേ സമയത്ത് തന്നെ അവിടെ ഡിറ്റക്റ്റീവ് അങ്കിൾ ഉണ്ട്. ഇയാളിപ്പോ ചീഫിനോട് പറയുന്നത്, സാർ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ബിയോമിനെ അറസ്റ്റ് ചെയ്യണം. എന്നാൽ ചീഫ് ആയിട്ടുള്ള ആ ഒരു പോലീസുകാരൻ പറയുന്നത്, എടോ നീ ഇങ്ങനെ അവനോടുള്ള ആ ഒരു ദേഷ്യം കൊണ്ട് എല്ലാവരും കുറ്റവും അവന്റെ തലയിൽ ഇടാതെ നന്നായിട്ടൊന്ന് അന്വേഷിക്കുക. നീ അവനെ മാത്രം നോക്കി നിൽക്കുന്നതുകൊണ്ടാണ് മറ്റൊരാളെ ഇങ്ങനെ വന്നിട്ട് ഓരോ കാര്യം ചെയ്യുന്നത്. അപ്പൊ വിശദമായിട്ട് പകയെല്ലാം മാറ്റി വെച്ചിട്ട് നീ ഒന്ന് അന്വേഷിക്കുന്നു പറയുന്നുണ്ട്. അടുത്ത സീനിൽ ബിയോമിന്റെ അടുത്തേക്ക് വന്ന ആ ഒരു വേശ്യ, അതുപോലെ തന്നെ അവളുടെ ആ ഒരു ബ്രോക്കറെ, ഇവരെ രണ്ടുപേരെയും കൊന്നുകളഞ്ഞ ആ ഒരു സൈക്കോ 2വിനെ കാണിക്കുകയാണ്. ഇവൻ ജോലി ചെയ്യുന്നത് ഒരു ഇറച്ചിക്കടയിലാണ് കേട്ടോ. സാധാരണ ഒരാളെ പോലെ തന്നെ ജോലിയെല്ലാം ചെയ്യും, മുടിയെല്ലാം നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി, കണ്ടാലൊരു ഡീസന്റ് ആയിട്ടുള്ള മനുഷ്യൻ. എന്നാൽ ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി ഈ സൈക്കോ 2 പോകുന്നത് ബിയോമിന്റെ ആ ഒരു ഫ്ലാറ്റിലേക്കാണ്. അവിടെ വെച്ച് ബിയോങ്ങിനെ കൊല്ലാൻ തന്നെ. എന്തായാലും ഈ 2 സൈക്കോകൾക്കിടയിലും എന്തോ ഒരു പ്രശ്നമുണ്ട്. അവന്റെ മുറിയിലേക്ക് ഇപ്പൊ സൈക്കോ 2 വന്നു. അവിടുത്തെ ആ ഒരു ബെഡിൽ ബിയോങ് ഉണ്ടായിരുന്നു. അവനെ കുത്തി കൊല്ലാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് അതിന്റെ ഉള്ളിൽ വെറും കിടക്ക മാത്രം, അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ഈ ബിയോങ് ഉണ്ടാക്കി വെച്ചതാണ്. ഇതുപോലൊരു അപകടം നേരത്തെ തന്നെ ഈ ബിയോങ്ങിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ 2ാമത്തെ സൈക്കോയെ അവൻ കബളിപ്പിച്ചത്. ശരിക്കും ബിയോങ് ഉള്ളത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ബാത്റൂമിലാണ്. ബിയോങ്ങും ഇതുപോലെ ഒരു കത്തി എടുത്തുകൊണ്ട് ബാത്റൂമിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അവന്റെ ശരീരത്തിന്റെ ഒരു ഘടന നോക്കിയേ വല്ലാത്തൊരു സ്ട്രേഞ്ച് തന്നെയല്ലേ. എന്തായാലും ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു സൈക്കോ 2 ഇവന് ബാത്റൂമിന്റെ വാതിൽ തുറന്നുകൊണ്ട് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ വാതിൽ തുറക്കാനായിട്ട് ഇവന് പറ്റുന്നില്ല. ബിയോങ്ങും കത്തി വെച്ച ഒരു ഏറ്റ കുത്ത ആ ഒരു വാതിലിന് കൊടുക്കുന്നുണ്ട്. അത് അവന്റെ കയ്യിൽ തട്ടി. എന്നാൽ അതൊന്നും മൈൻഡ് ആക്കാതെ ബിയോമിനെ കൊല്ലുക എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രമേ ഈ 2ാമത്തെ സൈക്കോയ്ക്കുള്ളൂ. ഈ സമയത്താണ് നമ്മുടെ ഡിറ്റക്റ്റീവ് അങ്കിൾ വന്നിട്ട് ബിയോങ്ങിനെ വിളിക്കുന്നത്. ഇപ്പൊ ആ 2ാമത്തെ സൈക്കോ അവൻ എങ്ങോട്ടേക്ക് പോയി എന്ന് പോലും അറിയില്ല. ബിയോങ് പതുക്കെ വാതിൽ തുറന്നു നോക്കുമ്പോൾ അവനെ കാണാനില്ല. മാത്രമല്ല ഇപ്പൊ ഡിറ്റക്റ്റീവ് അങ്കിൾ അവിടെ ഉണ്ട് താനും. എന്താടാ നീ എന്താക്കാണ് ഇവിടെ എന്നൊക്കെ ഈ ഡിറ്റക്റ്റീവ് അങ്കിൾ ബിയോമിനെ ചോദിച്ചപ്പോ, സാർ എന്താണ് എപ്പോഴും എന്റെ പിന്നാലെ ആണല്ലോ, ഞാനൊന്നും ചെയ്യുന്നില്ല സാറേ. അല്ല നീ എന്താക്കാണ്? ഇപ്പൊ ബിയോം പറയണ, ഞാൻ ഉറങ്ങായിരുന്നു. ഓഹോ, ഇത്രയും ആൾക്കാരെ കൊന്നിട്ട് നിനക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ടല്ലേ? ഇതേ സമയത്ത് തന്നെ ബിയോം ഈ ഒരു ഡിറ്റക്റ്റീവിന്റെ പിറകിലേക്ക് നോക്കുന്നുണ്ട്. എന്താടാ പിറകിലേക്ക് നോക്കുന്നത്, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബിയോങ്ങിന്റെ ആ ഒരു നോട്ടത്തിൽ തന്നെ ഡിറ്റക്റ്റീവിനെ മനസ്സിലായി. പെട്ടെന്ന് തന്നെ ബിയോങ്ങിന്റെ കഴുത്തിൽ പിടിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ബേക്കിലേക്ക് ചൂണ്ടുകയാണ്. എന്നാൽ അപ്പോഴേക്കും 2ാമത്തെ സൈക്കോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ ഹേജോയെ കാണിക്കുകയാണ്. എപ്പോഴത്തെയും പോലെ അവളുടെ അമ്മയെ കാണാനായിട്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ അവൾ കയറിയിരിക്കുന്നുണ്ട്. എന്നാൽ കുറെ നേരം കഴിഞ്ഞിട്ടും അമ്മയെ കാണാത്തത് കൊണ്ട് ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് അവൾ ചെന്ന് നോക്കുമ്പോൾ അവൾ ശരിക്കും ഷോക്കായി പോയിട്ടോ. ആ ഒരു കുഞ്ഞുകുട്ടി ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാൽ അവളുടെ അമ്മയും വിഷം കഴിച്ച് മരിച്ചിരിക്കുകയാണ്. അവരുടെ കയ്യിൽ ഹേജോവിന്റെ ആ ഒരു കുഞ്ഞായിരിക്കുന്ന പ്രായത്തിലെടുത്ത ആ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ കുട്ടിയുടെ ഒരു അവസ്ഥ. അവളുടെ അമ്മയുടെ അടുത്തായിരുന്നു, ഒരുപാട് നേരം കരയാണ്. ജീവിതം തന്നെ ഹേജോയ്ക്ക് മടുത്തു പോയതുപോലെ തോന്നുകയാണ്. അങ്ങനെ അന്നേ ദിവസം രാത്രിയായിട്ടുണ്ട്. ഈ ബിയോം എന്ന് പറഞ്ഞാൽ ഈ സൈക്കോപാത്ത് ഉണ്ടല്ലോ, ഒരു ഹോട്ടലിൽ പോയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതൊരു കുറ്റബോധവും ഇല്ലാതെ ഇപ്പൊ അങ്ങോട്ടേക്ക് ഡിറ്റക്റ്റീവ് അങ്കിൾ വരികയാണ്. എന്നിട്ട് ഈ ബിയോങ്ങിനോട് ചോദിക്കുകയാണ്, അല്ലടാ നിനക്കൊന്നും യാതൊരു കുറ്റബോധവും ഇല്ലേ ഇങ്ങനെ വയറ് നിറച്ച് തിന്നാനായിട്ട്? ഇതേ സമയത്ത് തന്നെ ബിയോങ് പറയാണ് ഒന്ന് ചിരിച്ചുകൊണ്ട്, സാറേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ പറയുന്നത് 7 കൊലപാതകം എന്നല്ലേ? ഇതൊന്നും അല്ല സാറേ, ഞാൻ ടോട്ടൽ ഒരു 10-15 പേരെ കൊന്നിട്ടുണ്ട് സാറേ. നിങ്ങൾക്ക് ഇപ്പോഴും അതൊന്നും അറിയില്ല അല്ലേ?
പണ്ടത്തെ ആ ഒരു 7 എന്ന് പറഞ്ഞ കണക്ക് തന്നെ നിൽക്കുകയാണല്ലേ. ഇത് കേട്ടപ്പോൾ ഡിറ്റക്റ്റീവ് അങ്കിളിന് വന്നിട്ട് ഒരു ദേഷ്യം അടുത്തുണ്ടായിരുന്ന ഒരു ബോട്ടിൽ എടുക്കുകയാണ്. ബിയോമിന്റെ തലയിലേക്ക് നോക്കി ഒരു അറ്റാട്ടി കൊടുക്കുകയാണ്. വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. മാത്രമല്ല അവിടെ ഇട്ട് നല്ല കുത്തുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയാണ് ഈ കാര്യം വന്ന് പോലീസിൽ സ്റ്റേഷനിൽ നീ പറയടാന്ന് പറയുമ്പോൾ ബിയോം ഇട്ട് പറയോ. ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് വന്ന അസിസ്റ്റന്റ് നമ്മുടെ ഡിറ്റക്റ്റീവ് അങ്കിളിനെ പിടിച്ചു മാറ്റാണ്. നിങ്ങൾ എന്താ സാറേ ഭ്രാന്ത് കാണിക്കാണോ, വിട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിളിച്ചു കൊണ്ടുപോവാണ്. അതായത് തെളിവില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതേ സമയത്ത് തന്നെ ഹേജോവിനെ കാണിക്കുകയാണ്. അവൾ ഇപ്പോഴും ഒരുപാട് പത്രക്കടിയും കാര്യങ്ങളൊക്കെ അവളുടെ വീട്ടിലുണ്ടായിരുന്നല്ലോ. അതിന്റെ പുറത്തന്നെയാണ് അവൾ കിടക്കുക. എപ്പോഴും അതിലേക്ക് അങ്ങനെ നോക്കിക്കും. പെട്ടെന്ന് എന്തൊരു കാര്യം അവൾക്ക് മനസ്സിലായി. അവള് വേഗം അതിൽ നിന്ന് കുറെ അധികം പത്രത്തിന്റെ കട്ടുകൾ എടുത്തിട്ട് ചുമരിലേക്ക് മാറ്റുകയാണ്. അതായത് അവൾക്കൊരു കാര്യം മനസ്സിലായി, ഈ നടന്ന കൊലപാതകങ്ങൾ ഇത് ഒറ്റയ്ക്കല്ല ബിയോം ചെയ്തത്, ഇവർ രണ്ടുപേര് കൂടിയിട്ടാണ്. അതായത് ഈ പോലീസുകാരെല്ലാം അന്വേഷിച്ച് നടക്കുന്ന ആ കൊലപാതകം ചെയ്ത ആള് അത് ബിയോം മാത്രമല്ല, അതിന്റെ പിന്നിൽ മറ്റൊരാൾ കൂടെയുണ്ട്. ആരൊക്കെയാണ് ആ രണ്ടാൾക്കാര്? ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ബിയോമും അതുപോലെ തന്നെ ഈ ബിയോമിനെ കൊല്ലാൻ ശ്രമിച്ച രണ്ടാമത്തെ സൈക്കോ 2. സത്യം പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂട്ടുകാരായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ. ഇതിൽ ഒരുത്തിന് ഒരു പെൺകുട്ടിയോട് പ്രണയം ഉണ്ടായിരുന്നു. അത് മറ്റവന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ചുമ്മാ അവനൊന്ന് വിരട്ടിക്കൊണ്ട് ഇവന്റെ പിന്നാലെ ഓടുകയാണ്. ഇതേ സമയത്തിന് അവരവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ കാണിക്കുകയാണ്. അതായത് തെരുവ് നായ്ക്കളെ ക്രൂരമായിട്ട് കൊന്നിൽ ചാക്കിലിട്ട് വെച്ചിരിക്കുകയാണ്. രണ്ടുപേരും ജന്മന സൈക്കോ ക്യാരക്ടറുള്ള ഒരു ഭ്രാന്തന്മാരായിട്ടുള്ള പിള്ളേർ തന്നെയായിരുന്നു. അതായത് ഈ ബിയോമും അതുപോലെ തന്നെ സൈക്കോ 2യും. പിന്നെ പോലീസുകാര് ഇപ്പൊ ഡിറ്റക്റ്റീവ് അങ്കിൾ ഇവരൊക്കെ കറക്റ്റ് ആയിട്ട് ഒരു കാര്യം അന്വേഷിക്കുന്നുണ്ട്. ഈ ബിയോമിനെ കുറിച്ചുള്ള ആ ഒരു സീക്രട്ട് വിവരങ്ങൾ തന്നത് ആരാണ്, അയാളെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അതാരാണെന്ന് മനസ്സിലായി. ഇറച്ചിക്കടയിൽ ജോലി ചെയ്യുന്ന രണ്ടാമത്തെ സൈക്കോ. എന്നാൽ അവൻ ഒരു കില്ലറാണെന്നുള്ള കാര്യം പോലീസുകാർക്ക് ഇപ്പൊ നിലവിൽ അറിയില്ല കേട്ടോ. അതുപോലെ ഈ പോലീസുകാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇവർക്കൊരു കാര്യം കണ്ടെത്താൻ കഴിഞ്ഞു. ഈ ബിയോമും അതുപോലെ തന്നെ സൈക്കോ 2 രണ്ടുപേരും ചെറുപ്പത്തിൽ വളർന്നത് ഒരേ അനാഥാലയത്തിലായിരുന്നു. അടുത്ത സീനിൽ നമ്മുടെ ഹേജോവിനെ കാണിക്കുകയാണ്. അവളൊരു പെറ്റ് ഷോപ്പിലേക്ക് ചെന്നിട്ട് ഈ നായയുടെ കഴുത്തിലിടുന്ന ഒരു വലിയ ബെൽറ്റ് തന്നെ മേടിക്കുകയാണ്. എന്തിനാണെന്ന് അറിയില്ല. വീണ്ടും സ്റ്റേഷനിൽ കാണിക്കുകയാണ്. അതായത് പോലീസുകാർ എല്ലാവരും ഇനിയിപ്പോ ബിയോമിന്റെയും ഈ ഒരു സൈക്കോ 2ന്റെയും പിന്നാലെ പോകാൻ ശ്രമിക്കുകയാണ്. രണ്ടുപേരെയും ഇനി കറക്റ്റ് ആയിട്ട് 24/7 എന്ന രീതിയിൽ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ഈ ബിയോമിനെ എന്താ പറയാ ഏതെങ്കിലും ഘട്ടത്തിൽ കൊന്നാലും അല്ലെങ്കിൽ കൊല്ലേണ്ടി വന്നാലും രണ്ടാമത്തെ ആളെ അതായത് സൈക്കോ 2നെ ജീവനോടെ തന്നെ പിടിക്കണമെന്ന് ഈ ഒരു ഡിറ്റക്റ്റീവ് അങ്കിൾ പറയാണ്. അതുപോലെ തന്നെ ഹേജോ എന്തിനാണെന്ന് അറിയില്ല ഏതോ ഒരു സ്ഥലത്തേക്ക് ഒരു ചെറിയ ഗുഡ്സിൽ നിറയെ കുപ്പി ഗ്ലാസ് ഉണ്ടല്ലോ, ഇത് ഫുള്ള് ലോഡ് ചെയ്തുകൊണ്ട് പോവാണ്. അതെന്തിനാണെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല, അധികം വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇതേ സമയത്ത് തന്നെ ഈ ബിയോം ഉണ്ടല്ലോ നേരെ ഒരു സ്ഥലത്തേക്ക് പോകണം. അതായത് സൈക്കോ 2 അവൻ ജോലി ചെയ്യുന്ന ആ ഒരു ഷോപ്പിലേക്ക്. എന്നിട്ട് പറയാണ് നീ കാരണമാണ് 15 വർഷം ഞാൻ ജയിലിൽ കിടന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ നടന്നതെന്ന് വെച്ചാല് ഈ സൈക്കോ 2ന് ഒരു പെണ്ണുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട സ്നേഹിച്ചൊരു പെണ്ണ്. ആ പെണ്ണിനെ കൊന്നു കളഞ്ഞത് മറ്റാരുമല്ല ബിയോമായിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് ബിയോം ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസുകാർക്ക് ഈ വിവരം ഈ സൈക്കോ 2 കൊടുത്തത്. എന്നിട്ടും സൈക്കോ 2ന് ആ ഒരു പ്രതികാരം തീർന്നില്ല. അതുകൊണ്ടാണ് ബിയോമിനെ കൊല്ലാൻ ശ്രമിച്ചത്. എല്ലാ കാര്യം ബിയോമിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ സൈക്കോ 2ന്റെ ചെവിയിൽ വന്നിട്ട് പറയാണ് ഇനിയുള്ള ഓരോ നിമിഷവും പേടിച്ച് കഴിയടാ, അറുത്ത് കൊല്ലും ഞാൻ നിന്നെ. ഓരോ നിമിഷവും വേദന അറിഞ്ഞ് ഞാൻ നിന്നെ കൊല്ലുവാടാ. ഒരു വല്ലാത്ത രീതിയിലാണ് ബിയോം ഈ ഒരു കാര്യം സൈക്കോ 2വിനോട് പറയുന്നത്. ഇതും പറഞ്ഞുകൊണ്ട് ബിയോം തിരിച്ചു പോവാണ്. അന്നേ ദിവസം രാത്രി ഈ സൈക്കോ 2 അവന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലെത്തി ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ തറയിലായിട്ട് ഒരുപാട് ചില്ലിന്റെ കഷ്ണങ്ങൾ അങ്ങനെ കുത്തനെ വെച്ചിരിക്കുകയാണ്. അതിൽ ചെറുതായിട്ടൊന്ന് കാല് തട്ടി കാല് മറിഞ്ഞു. ഇപ്പൊ അവിടെ ഒരു മൂലയ്ക്ക് ലൈറ്റ് ഇട്ടുകൊണ്ട് ഒരു ചെയറിൽ ഒരാളിരിക്കുന്നുണ്ട്. നമ്മൾ കരുതിയതുപോലെ അത് ബിയോം ആയിരുന്നില്ല, പകരം നമ്മുടെ ഹേജോ ആയിരുന്നു. ഹേജോ ഇപ്പോ സൈക്കോ 2വിനെ നോക്കിയിട്ട് പറയണ ആഹാ നീ വീണില്ലല്ലേ, ഇപ്പൊ വീഴ്ത്തി തരാന്ന് പറഞ്ഞിട്ട് ഒരു ഇലക്ട്രിക്കൽ വയർ എടുത്ത് അതിലേക്ക് നേരെ ഇടുകയാണ്. അതിൽ ഷോക്ക് ഉണ്ടായിരുന്നു. ആ ഷോക്ക് അടിച്ച് സൈക്കോ 2 ഒരൊറ്റ വീഴിലാണ് ഈ കുപ്പിയുടെ മുകളിലേക്ക് എല്ലാം നല്ല ഷാർപ്പ് ചെയ്ത് കുത്തനെ വെച്ചിരിക്കുകയാണ്. സ്പോട്ടിൽ തന്നെ ഇയാൾ മരിച്ചുപോയി. ഇപ്പൊ ഇയാളുടെ അടുത്തേക്ക് പതിയെ നമ്മുടെ ഹേജ് വരികയാണ്. ഇയാളുടെ കയ്യിലേക്ക് നോക്കിയിട്ട് പറയാണ് ബിയോം ഓരോ ആൾക്കാരെയും അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊല്ലും, അതിനുശേഷം അവരെ വെട്ടി നുറുക്കുന്നത് നീയാണല്ലേ. കാരണം ഓൾറെഡി ഈ സൈക്കോ 2 ജോലി ചെയ്യുന്നത് എവിടെയാണ്, ഒരു ഇറച്ചിക്കടയിലാണ്. അതുപോലെ തന്നെ ഇവന്റെ കൈ നോക്കിയപ്പോൾ ഹേജുവിന് അത് മനസ്സിലായി. എന്തായാലും ഒരുത്തനെ അവള് തീർത്തു, മറ്റവനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ബിയോമിനെ കാണിക്കുകയാണ്. ഇവൻ നൈസായിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ ചെയ്തു വെച്ചതിനൊന്നും യാതൊരു കുറ്റബോധവും ബിയോമിനില്ല. ഇവൻ നല്ല സമാധാനത്തോടെ വന്ന് ബെഡിൽ കിടക്കുമ്പോൾ ബെഡിൽ എന്തോ ഉള്ളതായിട്ട് അവന് തോന്നി. പെട്ടെന്ന് ആ ഒരു ഷീറ്റ് മാറ്റി നോക്കുമ്പോൾ അവൻ കൊല്ലണമെന്ന് വിചാരിച്ച അവന്റെ കൂട്ടുകാരനായിട്ടുള്ള സൈക്കോ 2 ഇവനെ ആര് കൊന്നിട്ട് ഒരു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പിന്നിൽ നിന്നും ബിയോമിനെ ഒരാൾ കഴുത്തിൽ കയറി പിടിക്കുകയാണ്. മാത്രമല്ല മുതുകിനിട്ടൊരു കുത്തും കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഇവൻ അനങ്ങാൻ കഴിയുന്നില്ല. ആരടാ ഇത് ഇങ്ങനെ ബിയോം ചോദിക്കുമ്പോൾ നിന്നെ കൊല്ലാൻ വേണ്ടി ചെറുപ്പം മുതലേ നടന്ന ഒരാളാണ്. ഞങ്ങൾ കൊന്നോന്ന് ബിയോം പറയുമ്പോൾ ഇല്ലടാ നിന്നെ ഞാൻ കൊല്ലില്ല, എന്റെ പദ്ധതി വേറെയാണ്. ഇതേ സമയത്ത് തന്നെ ബിയോം പറയുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ എന്നെ ഇപ്പൊ കൊല്ലാതെ വിട്ടാൽ നീ പിന്നീട് നരകം കാണുന്ന ബിയോം പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഹേജോ അവനെ അവിടെ ഇട്ട് കുത്തി ബോധം കെടുത്തി കെടുത്താണ്. അവൾ അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങി. അധികം വൈകാതെ ഇവന്റെ ഈ അപ്പാർട്ട്മെന്റിലേക്ക് പോലീസുകാർ വരുന്നുണ്ട്. കാരണം അവർക്ക് കിട്ടിയ വിവരത്തിനനുസരിച്ച് പോലീസുകാർ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ബോധം വന്ന ബിയോം രക്ഷപ്പെടുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഡിറ്റക്റ്റീവ് അങ്കിളും ബാക്കിയുള്ള പോലീസുകാരും വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്, സൈക്കോ 2 അവനെ കൊന്ന് ഒരു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞുകൊണ്ട് ഇവിടെ കിടത്തിയിരിക്കുകയാണ്. ഇവനെ കൊന്നത് തീർച്ചയായിട്ടും ആ ഒരു ബിയോം തന്നെയായിരിക്കും. മാത്രമല്ല ആ ബോഡിയിലേക്ക് നോക്കിയപ്പോൾ ചോര ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം നേരം ആയിട്ടില്ല ഇയാൾ മരണപ്പെട്ടിട്ട്. തീർച്ചയായിട്ടും ബിയോം ഇവിടെ തന്നെ ഉണ്ടാവും. മുഴുവൻ
മുഴുവനായിട്ട് പരിശോധിക്കാനായിട്ട് പോലീസുകാർ പറയുന്നുണ്ട്. ഓരോ റൂമിൽ കയറി പരിശോധിക്കുന്നുണ്ട്. ഇതിനിടയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരു പോലീസുകാരൻ ഒരു മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു ഭാര്യയും ഭർത്താവും കുത്തേറ്റ് കിടക്കുകയാണ്. ജീവൻ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആംബുലൻസിനെ വിളിക്കുന്നുണ്ട്. രണ്ടുപേരെയും അതിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ഇതേ സമയത്ത് ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വന്ന് നോക്കിയ ഡിറ്റക്റ്റീവ് അങ്കിൾ ഒരു കാര്യം കാണാണ്. ബെഡിനടിയിൽ നിന്നും ബ്ലഡ് അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നോക്കുമ്പോൾ എന്താ, അതായത് ആ ഒരു ബെഡ് എടുത്ത് മാറ്റി നോക്കുമ്പോൾ ആ ഒരു പെണ്ണിന്റെ യഥാർത്ഥ ഹസ്ബൻഡ് ഇവിടെ മരണപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നേരത്തെ ആ പുതിയ പോലീസുകാരൻ കൊണ്ടുപോയത് ആരുടെ ബോഡിയല്ല, അതിന് ജീവനുണ്ട്, അതിനൊരു കുഴപ്പമില്ല, അത് ബിയോമായിരുന്നു. ഇപ്പോ പാതി ജീവനോട് കിടക്കുന്ന ആ ഒരു പെൺകുട്ടിയോട് ഈ പോലീസുകാരൻ നിങ്ങളോട് ആരെങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് വന്ന ബിയോങ് ഈ പോലീസുകാരനെ അടിച്ച് കൊന്നുകളയാണ്. നൈസായിട്ട് തന്നെ പിന്നീട് ആ ഒരു ആംബുലൻസിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു വിവരം ചീഫ് അറിഞ്ഞു. എല്ലാവരും അറിഞ്ഞു. ചീഫ് വന്നിട്ട് എല്ലാവരും ചീത്ത പറയുന്നുണ്ട്. മൂക്കിന്റെ തുമ്പത്തുകൂടിയാണ് അവൻ രക്ഷപ്പെട്ടു പോയത്. ഇത്രയും കാലം തെളിവില്ലാഞ്ഞിട്ടായിരുന്നു. തെളിവ് കിട്ടിയില്ലേ, പോയി പിടിക്കടാന്ന് പറഞ്ഞിട്ട് എല്ലാ പോലീസുകാരും ഇപ്പൊ ബിയോമിന്റെ പിന്നാലെയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹേജുവിനെ നോക്കുകയാണെങ്കിൽ അവളുടെ ആ ഒരു പ്രതികാരം വീട്ടിക്കഴിഞ്ഞു. ബിയോമിനെതിരെയായിട്ട് സകലമാന തെളിവുകളായി കഴിഞ്ഞു. ഇനി സമാധാനമായിട്ട് ഹേജുവിന് അവളുടെ വഴി, അതായത് ലണ്ടനിൽ വെച്ച് എന്തൊക്കെയോ ഒരു മ്യൂസിക്കിന്റെ പരിപാടി നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകാനായിട്ട് അവളൊരു ടിക്കറ്റും ബുക്ക് ചെയ്യാണ്. അങ്ങോട്ടേക്ക് പോകാനുള്ള ഫ്ലൈറ്റും ബുക്ക് ചെയ്യാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ബിയോം നേരെ സൈക്കോറ്റുവിന്റെ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതുപോലെ ഒരുപാട് കുപ്പികൾ കുത്തനെ വെച്ചതാണ്. അതായത് ഇവനിട്ട് പണി കൊടുക്കാനായിട്ട് ആരോ പ്ലാൻ ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ. അതവന് മനസ്സിലായി. എന്തായാലും അവനിട്ട് തന്നെ തിരിച്ചൊരു പണി കൊടുക്കണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അപ്പൊ ആളാരാണെന്ന് തേടി കണ്ടുപിടിക്കണം ബിയോമിന്. അതിന്റെ കൂടെ തന്നെ അവൻ മറ്റൊരു പരിപാടി കൂടെ കാണിക്കുന്നുണ്ട്. അതായത് കുറേയധികം ന്യൂസ് ചാനലിലേക്ക് ബിയോങ് ഇങ്ങനെ വിളിച്ചു പറയാണ്, എന്റെ കൂട്ടുകാരനെ കൊന്നു കളഞ്ഞത് ഞാനല്ല, അത് മറ്റാരോ ചെയ്തിട്ട് പോലീസുകാർ എന്റെ തലയിൽ ഇടാൻ നോക്കുകയാണ്. അപ്പൊ ഈ ഒരു കാര്യം ആകെ അങ്ങോട്ട് സ്പ്രെഡ് ആവുകയാണ്. വാർത്തയിലൊക്കെ ഈ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിലേക്ക് പോയിട്ട് ലണ്ടനിൽ പോകാൻ നിൽക്കുന്ന ഹേജുവും ഈ ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. അവൾക്കൊരു കാര്യം മനസ്സിലായി, ബിയോം രക്ഷപ്പെട്ടു. അവൾ ആ ഒരു യാത്ര ക്യാൻസൽ ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ, ദർ ഈസ് ഓൾവേസ് പ്ലാൻ ബി എന്ന്. പ്ലാൻ ബി അവളുടെ രണ്ടാമത്തെ പ്ലാനായിട്ട് അവൾ ആ ഒരു എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇതേ സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിലും ചീഫ് ആ ഒരു ഡിറ്റക്റ്റീവിനോടും ബാക്കിയുള്ള പോലീസുകാരനോടും എല്ലാവരോടും പറയുന്നത്, വാർത്തയിലും അതുപോലെ തന്നെ ചാനലിലൊക്കെ ഇതുപോലൊരു കാര്യം സ്പ്രെഡ് ആവുന്നുണ്ട്. അതായത് ആ ഒരു സൈക്കോറ്റു അവനെ കൊന്നത് ബിയോമല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ, കറക്റ്റ് ആയിട്ടുള്ള ഒരു തെളിവും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചീഫ് ഡിറ്റക്റ്റീവിനോടും ബാക്കിയുള്ളവരോടും പറയാണ്. അതായത് ഇപ്പൊ കിട്ടിയ തെളിവുകളൊന്നും ഇപ്പോഴും പോരാന്നാ പറയുന്നത്. ഇതേ സമയത്ത് തന്നെ ബിയോം അവനെ ഇതുപോലെ പണി കൊടുക്കുന്നത് ആരാന്നുള്ള കാര്യം അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പിടിച്ച ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ബലം, അവളുടെ ആ ഒരു സംസാരം, ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ അധികം പ്രായമൊന്നുമില്ല. കൂടിപ്പോയ ഒരു 10-18 വയസ്സ്. 15 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ജയിലിൽ പോകുന്നതിന് മുന്നേ ചെയ്തു വെച്ച എന്തോ ഒരു പണിയുടെ ബാക്കിയാണിത്. ഞാൻ കൊന്ന ആരുടെ ഒരാളുടെ മകളാണത്. ആ രീതിയിൽ ബിയോം ഇപ്പോ അത് ആരാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ ഹേജുവിനെ കാണിക്കുകയാണ്. അവളിപ്പോ പഴയ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യായിരുന്നു കേട്ടോ. അവളുടെ അച്ഛൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു ഭക്ഷണമൊക്കെ ഹേജുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹേജുവിന്റെ അച്ഛനോട് അവൾ പറയാണ്, അച്ഛാ വലിയ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അതുപോലെ അത്രയും രുചിയാണ് അച്ഛന്റെ ഭക്ഷണം കഴിക്കാൻ. മോളെ ചുമ്മാ അച്ഛനെ കളിയാകാൻ നിൽക്കണ്ട. അല്ല അച്ഛാ, സത്യം പറയുന്നേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ വലുതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നത് അച്ഛനെ പോലെ പാചകം ചെയ്യാൻ അറിയുന്ന ഒരാളെയായിരിക്കും. ഒന്ന് പോടിയാടുന്നു. ആ വെറുതെ എങ്ങനെ വാചകം അടിച്ച് നിൽക്കാൻ നിൽക്കണ്ട, നീ നിന്റെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ഹെജുവിനോട് ചോദിക്കുകയാണ്. ഫ്ലാഷ് ബാക്ക് അവിടെ കഴിഞ്ഞു. ഹെജുവിനെ തന്നെ കാണിക്കുകയാണ്. അവൾ എന്തോ ഒന്നിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവളിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, അച്ഛാ ഹോംവർക്കുകൾ ഞാൻ ഇപ്പോഴും ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഇത് കുറച്ച് കഠിനമായിട്ടുള്ള ഹോംവർക്കാണ് അച്ഛാ. അതായത് പറഞ്ഞല്ലോ, ഹെജുവിന് ഒരിക്കലും പാളാത്ത രണ്ടാമത്തെ ഒരു പദ്ധതിയുണ്ട്. ആദ്യത്തെ പദ്ധതി പാളിപ്പോയി, അവൻ രക്ഷപ്പെട്ടു. എന്തായാലും അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ഇന്റർനെറ്റ് കഫേയിലാണ്. അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ബിയോം ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് എന്തോ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു കടയിൽ ഓണർ വന്നിട്ട് പറയാണ്, ഇവിടെ കുട്ടികളുണ്ട്, നിങ്ങൾ ഇത് വലിക്കാൻ പാടില്ല എന്ന്. ബിയോം രൂക്ഷമായിട്ട് ഇയാളെ നോക്കിയപ്പോൾ ഇയാളാകെ പേടിച്ചോണം. നിങ്ങൾ എന്താ ചെയ്തോന്നിട്ട് ഇയാൾ നേരെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ തന്നെ ഈ കടയുടെ ഓണറിന് ഇത് ആരാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ പോലീസുകാരെ വിളിച്ചു പറയാണ്, നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ആൾ ഇവിടെ ഉണ്ട് എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ ബിയോങ് തന്നെ ഇങ്ങനെ പെടുത്താൻ ശ്രമിക്കുന്ന ആരാണ് ഈ ഒരു കാര്യം ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 15 വർഷങ്ങൾക്ക് മുന്നേ കൊന്നുകളഞ്ഞ ആ ഒരു പോലീസുകാരൻ അയാളെ കുറിച്ച് ഇങ്ങനെ പഠിക്കുകയാണ്. അതേ സമയത്ത് ഇയാളുടെ ഭാര്യയ്ക്ക് രണ്ടാമതൊരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, അയാൾ മരണപ്പെട്ടു. അപ്പൊ ഈ ഒരു വാർത്തയും ഇതുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിച്ച് നോക്കിയപ്പോൾ ഈ ഒരു കില്ലർക്ക്, അതായത് ബിയോമിന് ഒരു കാര്യം മനസ്സിലായി. തന്നെ തേടി നടക്കുന്ന ആളുമായിട്ട് അല്ലെങ്കിൽ തനിക്ക് പണി തരാൻ നടക്കുന്ന ആളുമായിട്ട് ഇതിന് എന്തോ ഒരു ബന്ധമുണ്ട്. പിന്നെ ആ ഒരു പോലീസുകാരന്റെ മകൾ നോക്കിയപ്പോൾ അന്ന് ഈ ബിയോങ് ആ പോലീസുകാരനെ കൊല്ലുമ്പോൾ മകൾക്ക് 5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അവളുടെ പ്രായം ഏകദേശം ഒരു 10-20 അല്ലെങ്കിൽ ഒരു 18 വയസ്സ് ആ റേഞ്ചിലായിരിക്കും. അപ്പൊ തേടി നടക്കുന്ന ആള് ഈ പോലീസുകാരന്റെ മകൾ തന്നെയാണ്. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ഡിറ്റക്റ്റീവ് അങ്കിളും വേറൊരു പോലീസുകാരനും കൂടെ വരികയാണ്. അപ്പൊ ആ ഒരു പോലീസുകാരനോട് വണ്ടിയിലിരുന്നു, ഞാൻ ഉള്ളിലേക്ക് പോയി നോക്കിയിട്ട് വരാന്ന് പറയാം. ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കില്ലറെ കാണാനില്ല. പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റീവ് മുകളിലേക്ക് ഫയർ ചെയ്യാണ്. എല്ലാവരും ഒന്ന് ഒതുങ്ങിയിരുന്നു, ഇവിടെ ഒരാളെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതേ സമയത്തിന് അവിടെ വിളിച്ചിരുന്ന ബിയോങ് ഈ ഡിറ്റക്റ്റീവിനെ തള്ളി മാറ്റി അവിടെ ഉണ്ടായിരുന്ന ഒരു ചില്ലും തകർത്തുകൊണ്ട് ഈ ഡിറ്റക്റ്റീവ് അങ്കിളിന്റെ കാറിലേക്ക് തന്നെ വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരനെ കത്തി കൊണ്ട് കുത്തി ആ ഒരു കാറുമായിട്ട് രക്ഷപ്പെടുകയാണ്. ഡിറ്റക്റ്റീവ് അങ്കിൾ വേഗം തന്നെ ഈ ഒരു വിവരം ബാക്കിയുള്ള പോലീസുകാർക്ക് കൊടുക്കുന്നുണ്ട്. എന്റെ കാറുമായിട്ടാണ് ആ ഒരു കില്ലർ രക്ഷപ്പെട്ടെന്ന് പറയാണ്. പക്ഷെ പോലീസുകാർ എത്രയൊക്കെ ഡിറ്റക്റ്റീവ് അങ്കിളിന്റെ ആ ഒരു കാറിനെ ട്രാക്ക് ചെയ്യാൻ നോക്കിയിട്ടും അത് കിട്ടുന്നില്ല. കാരണം എന്താ
എന്താണ് ആ കാർ നഗരത്തിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലേക്കോ അല്ല പോയിരിക്കുന്നത്, പോലീസുകാരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ്. പോലീസുകാർ മുഴുവൻ ബിയോങ്ങിനെ തേടി നടക്കുമ്പോൾ ബിയോങ് വന്നിരിക്കുന്നത് പോലീസുകാരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക്. എന്നാൽ ബിയോങ് ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം ആര് കണ്ടു? ഹെയ്ജോ കാണുകയാണ്. അവളിപ്പോ ബിയോങ് കാണാതെ തന്നെ അവിടെ മറിഞ്ഞിരിക്കുകയാണ്. ഇതിനുശേഷം ഹെയ്ജോ നേരെ പോകുന്നത് കൺട്രോൾ റൂമിലേക്കാണ്. അവിടെ എത്തിയിട്ട് കമ്പ്യൂട്ടറിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു പോലീസുകാരനോട് ഇയാളുടെ ബേക്കിലിരുന്നുകൊണ്ട് ബിയോങ് സംസാരിക്കുകയാണ്. അവനും ഒരു പോലീസുകാരനാണ് എന്ന രീതിയിൽ. എന്നിട്ട് ഒരു പോലീസുകാരന്റെ ഡീറ്റെയിൽ വേണമെന്ന് ഈ കൺട്രോൾ റൂമിലിരിക്കുന്ന ആ ഒരു പോലീസുകാരന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഏതാണ് ആ ഒരു പോലീസുകാരൻ? ഇപ്പോ ബിയോങ് പറഞ്ഞു കൊടുക്കുകയാണ്, 15 വർഷങ്ങൾക്ക് മുന്നേ ഒരാൾ കഴുത്തറുത്ത് വന്നില്ലേ, ആ ഒരു പോലീസുകാരൻ തന്നെ. ഓ, അയാളെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലേ? അയാളുടെ മകളല്ലേ, നമ്മുടെ ഹെയ്ജോ അല്ലേ ഇവിടെ ജോലി ചെയ്യുന്നത്? നിങ്ങൾക്ക് ഹെയ്ജോനെ അറിയില്ലേ ചോദിക്കുമ്പോൾ ഈ ബിയോങ് ഇപ്പൊ ഇയാളെ കൊല്ലാൻ നിൽക്കുകയാണ്. പിന്നെ അത് വേണ്ടാന്ന് വെക്കുകയാണ്. എന്നിട്ട് ബിയോങ് പറയണ, അത് പിന്നെ ഞാനിപ്പം ജോയിൻ ചെയ്തേ ഉള്ളൂ, പുതിയ അഡ്മിഷനാണ്. പുതിയ അഡ്മിഷൻ അല്ല, പുതിയ പോസ്റ്റ് ആണ്. എന്തായാലും ഈ ഹെയ്ജോയുടെ അഡ്രസ്സ് എനിക്കൊന്ന് തരുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ ഒരു അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ ബിയോമിന് ഒരു കാര്യം വരികയാണ്. അവൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു ദിവസം ഹെയ്ജോവിനെ ഇടിച്ചായിരുന്നല്ലോ. അപ്പൊ അവളുടെ ID കാർഡിലേക്ക് ബിയോങ് നോക്കിയിരുന്നല്ലോ. അതിൽ മരിച്ചുപോയ ആ ഒരു പോലീസുകാരന്റെ പേരുണ്ടായിരുന്നു. ആ പോലീസുകാരന്റെ മകളാണ് ഈ ഹെയ്ജോന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ബിയോങ്ങിന് ആളെ പൂർണ്ണമായിട്ട് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഓഹോ, അവളായിരുന്നല്ലേ എന്ന് ഇവിടെ വെച്ച് നമ്മുടെ ഹെയ്ജോയ്ക്ക് മറ്റൊരു പദ്ധതി വരികയാണ്. അവള് നേരെ വീണ്ടും ആ ഒരു പെറ്റ് ഷോപ്പിലേക്ക് പോകണം. അന്ന് മേടിച്ചതുപോലെ തന്നെ ഈ പട്ടിയുടെ കഴുത്തിലിടുന്ന ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, വലുതൊരെണ്ണം അത് നോക്കി മേടിക്കുകയാണ്. അപ്പൊ അന്നൊരെണ്ണം മേടിച്ചില്ലേ, അതെവിടെ പോയെന്ന് ചോദിച്ചാല് സൈക്കോ 2 അവനെ കൊന്ന സമയത്ത് അവന്റെ കഴുത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതുപോലെ ഒരു നായുടെ കഴുത്തിലിടുന്ന ആ ഒരു ബെൽറ്റ് മേടിച്ചുകൊണ്ട് ഹെയ്ജോ അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇതേ സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ഡിറ്റക്റ്റീവ് അങ്കിൾ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാവുകയാണ്. ഇവരെ തേടി നടന്ന ആ ഒരു ബിയോങ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെ വന്ന് പോയിട്ടുണ്ടെന്ന്. അങ്കിളിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ബാക്കിയുള്ള എല്ലാ പോലീസുകാരെയും ഇട്ട് ആട്ടുകയാണ്. ഇപ്പോ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചതുപോലെ ആവുകയാണ് ഡിറ്റക്റ്റീവ് അങ്കിളിന്. ഇനിയിപ്പോ അവനെ പിടിച്ചിട്ടേ ഉറങ്ങുന്നുള്ളൂ എന്നൊരു വാശിയിലേക്ക് വരികയാണ്. ഇതേ സമയത്ത് തന്നെ ഹെയ്ജോവിന്റെ അഡ്രസ് ഇപ്പോൾ ബിയോമിന് കിട്ടിയിട്ടുണ്ട്. അവളുടെ വീട്ടിലേക്കാണ് ബിയോങ് വരുന്നത്. അത് നന്നായിട്ട് തന്നെ ഹെയ്ജോവിന് അറിയാം. മാത്രമല്ല അവളിപ്പോ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അവളുടെ നെഞ്ചത്ത് തന്നെ അവളുടെ അച്ഛന് കിട്ടിയ ഒരു ബഹുമതി, ആ ഒരു സാധനം കുത്തിവെക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അവളുടെ കൈകൊണ്ട് സ്വന്തമായിട്ട് തുന്നുണ്ടാക്കിയ ഒരു സ്കാർഫ് അത് അവളുടെ കഴുത്തിലിടുകയാണ്. എന്തിനാണ് അത് അവളിപ്പോ കഴുത്തിലിട്ടേന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ആ ഒരു കില്ലർ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവൻ താഴെ എത്തിയ സമയത്ത് തന്നെ ലൈറ്റ് ഓഫ് ആവുകയാണ്. ഹെയ്ജോവിന്റെ വീടിന്റെ വാതിൽ കുത്തി തുറക്കാൻ വേണ്ടി അവൻ നോക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തി നമ്മുടെ ഹെയ്ജോ ഒരു കത്തി ഉപയോഗിച്ച് ഇവന്റെ കാലിന് കുത്തുകയാണ്. അതേ നിമിഷം തന്നെ ഈ ബിയോങ്ങും അവളെ തിരിച്ചു കുത്തുകയാണ് കയ്യിലേക്ക്. എന്നിട്ട് ബിയോങ് ഹെയ്ജോവിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ അന്ന് തന്നെ എന്നെ കൊല്ലുകയാണെങ്കിൽ നിനക്ക് ഈ ഗതി വരില്ലായിരുന്നു പെണ്ണെ. ഇനിയിപ്പോ നീ നോക്കിക്കോ, നീ നരകം കാണുവടി, ഞാൻ അങ്ങനെയാടി നിന്നെ കൊല്ലാൻ പോകുന്നത്. ഇതേ സമയത്ത് ഹെയ്ജു പേടിച്ചെന്ന് കരുതിയോ? ഇല്ലടാ, കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ നിനക്ക് വേണ്ടിയാ കാത്തിരുന്നത്. ഞാൻ നിന്നെ കാണുമ്പോൾ അങ്ങനെ പേടിക്കോടാ. ഇതും പറഞ്ഞ് അവനെ തള്ളിയിട്ട് ഹെയ്ജു ഒരേറ്റ ഓട്ടോ ഓടുകയാണ് കേട്ടോ. എന്താണ് അവളുടെ പ്ലാൻ എന്ന് യാതൊരു പിടുത്തവുമില്ല. അതുപോലെ തന്നെ പോലീസുകാരെ മെയിനായിട്ട് ഡിറ്റക്റ്റീവ് അങ്കിളിനെ നോക്കുകയാണെങ്കിൽ ഈ ബിയോങ് എന്തിനാണ് സ്റ്റേഷനിൽ വന്നു പോയതെന്ന് ഡിറ്റക്റ്റീവിന് മനസ്സിലായി. അതായത് ഹെയ്ജോയുടെ അഡ്രസ്സ് തേടിയാണ് അയാൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഹെയ്ജോയുടെ പിന്നാലെ ബിയോങ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ അവളെ പിടിക്കുന്നുണ്ട്. അടിച്ചു വീഴ്ത്തിയിട്ട് അവളെ നോക്കിയിട്ട് പറയാണ്, പെണ്ണെ ഞാൻ പറഞ്ഞല്ലോ എന്റെ കയ്യിൽ നിന്നെ കിട്ടുമെന്ന്, കാണിച്ചു തരാടി എന്ന് പറയുമ്പോഴേക്കും ഹെയ്ജോവിന്റെ കയ്യിൽ നിന്ന് അടുത്തത് കിട്ടുകയാണ്. ഒരു കത്തി വെച്ചൊരു കുത്തു കൊടുത്തു. വീണ്ടും അവൾ എഴുന്നേറ്റ് ഓടുകയാണ്. ഈ ഓടുന്നതിന്റെ ഇടയിൽ ഈ ഹെയ്ജോ ആരെയെ വിളിക്കുന്നത്? അവളുടെ പോലീസ് അങ്കിളിനെയാണ്. അങ്കിളെ, ഞാൻ ആ ഒരു പാർക്കിന്റെ സൈഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എന്റെ പിന്നാലെ ഉണ്ട്. ആ ഒരു സൈക്കോ എന്നെ കൊല്ലാൻ വരികയാണ്. അങ്കിളെ എന്നെ രക്ഷിക്കണം, എനിക്ക് പേടിയാണ് പേടിയാണ് പേടിയാണെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഡിറ്റക്റ്റീവ് അങ്കിളിനെ വിളിച്ച് സംസാരിക്കുകയാണ്. പിന്നീട് ഫോൺ കട്ടാക്കി. ഇപ്പൊ പോലീസുകാർ മുഴുവനും എല്ലാവരും കൂടെ ഒരുമിച്ച് നേരെ നമ്മുടെ ഹെയ്ജോ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് വണ്ടി തിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു വെള്ളക്കെട്ടിൽ വെച്ച് വീണ്ടും ഹെയ്ജോയെ നമ്മുടെ ബിയോങ് പിടിക്കുകയാണ്. ഒരു കല്ല് വെച്ച് ഹെയ്ജോ ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം വീണ്ടും അവൾ എഴുന്നേറ്റ് ഓടുകയാണ്. അവളുടെ പിന്നാലെ തന്നെ ബിയോങ് ഉണ്ട്. എന്താണെന്നറിയില്ല അവളുടെ ആ ഒരു പദ്ധതി. അവളിങ്ങനെ പേടിച്ച് ബിയോങ്ങിന്റെ കയ്യിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ബിയോങ് അവിടെ ഉണ്ടായിരുന്ന ഒരു പാർക്കിലേക്ക് എത്തുകയാണ്. എത്തി നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഹെയ്ജോ അവിടെ ഉണ്ടായിരുന്ന ഒരു ഊഞ്ഞാല് അതിന്റെ മുകളിൽ നിൽക്കുകയാണ്. എന്നിട്ട് വളരെ കൂളായിട്ട് ഇവന്റെ മുന്നിൽ നിന്ന് അങ്ങനെ ആടുകയാണ്. അതായത് ഈ സൈക്കോ ബിയോങ് വന്നു നോക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അവൻ കൊല്ലാൻ വന്ന ഒരാള്. സാധാരണ ഇതുപോലെയുള്ള കൊലയാളികളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വല്ലാതെ പേടിച്ചു പോകും. എന്നാൽ ഈ പെണ്ണ് ഹെയ്ജോ അവള് കാട്ടുന്നത് കണ്ടില്ലേ? ആ ഒരു ഊഞ്ഞാലിമ കയറി നിന്നിട്ട് വളരെ കൂളായിട്ട് ഇവനെ നോക്കി അങ്ങനെ ആടുകയാണ്. എന്താടി നിന്റെ പദ്ധതി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹെയ്ജോ പറയാണ്, നീയും കൊലപാതകം ചെയ്തു, ഞാനും ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ശിക്ഷ അനുഭവിച്ചാലോ? പിന്നെ എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ സ്കാർഫ് ഉണ്ടല്ലോ, നീ എന്റെ അങ്കിളിന് കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇവന്റെ കാലിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. ബിയോം ഇപ്പോ പിറകിലേക്ക് നിൽക്കുകയാണ്. അതായത് എന്താ അവള് ചെയ്യാൻ പോകുന്നത്, എന്താ അവളുടെ പദ്ധതി, ഒരു പിടുത്തവും കിട്ടുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ ബിയോങ്ങിനേക്കാളും ഒരു സൈക്കോഭാവം അല്ലെങ്കിൽ ആ ഒരു ചിരിയെല്ലാം വരുന്നത് ഹെയ്ജോയുടെ മുഖത്താണ് കേട്ടോ. ശരിക്കും അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയ്ജോ നോക്കുമ്പോൾ ഈ ഒരു പാർക്കിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരുപാട് പോലീസിന്റെ ആ ഒരു വാഹനം വന്നു നിന്നിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹെയ്ജോ ബിയോങ്ങിനെ നോക്കിയിട്ട് പറയാണ്, ഒരു കാര്യം അറിയോ, നീ കൊന്നത് 15 പേരെ അല്ലടാ 16 പേരെയാണ്. അതും തെളിവോടുകൂടി തന്നെ നിന്നിപ്പോ പോലീസുകാർ പിടിക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്നല്ലേ? ദാ ഇങ്ങനെ. അടുത്ത നിമിഷം തന്നെ ഹെയ്ജോ ചെയ്ത കാര്യം എന്താ വെച്ചാല് അവളുടെ കഴുത്തിൽ ആ ഒരു ഡോഗിന്റെ കഴുത്തിലിടുന്ന ആ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നില്ലേ, അതുപോലൊന്നും ഓൾറെഡി അവൾ കുടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതാരും കാണാതിരിക്കാനായിട്ട് ആ ഒരു സ്കാർഫ് ചുറ്റിയത്. ഇത് അവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കമ്പിയിൽ നേരത്തെ കൊളത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ ആ ഒരു ഊഞ്ഞാലിൽ നിന്നും ഒറ്റ ചാടിലാണ് താഴേക്ക്
അപ്പോഴേക്ക് സ്പോട്ടിൽ കഴുത്തൊടഞ്ഞിട്ട് നമ്മുടെ ഹേജോ മരണപ്പെട്ടു പോവാണ്. ഭയങ്കര സ്റ്റണ്ണിങ് ആയിരുന്നു കേട്ടോ ഈ ഒരു സീന്. എങ്ങനെയാണോ നമ്മൾ ഞെട്ടിയത് അതുപോലെ തന്നെ ബിയോങ് ഞെട്ടിപ്പോവാണ്. ആ തരിപ്പില് അവൻ രക്ഷപ്പെടാനും നോക്കിയില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോലീസുകാർ ഓടിയെത്താണ്. വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, ഇതുപോലെ തൂങ്ങി മരിച്ച രീതിയിൽ കാണുന്ന നമ്മുടെ ഹേജോവിനെയാണ്. ഇപ്പൊ ആ ഒരു ഡിറ്റക്റ്റീവ് അങ്കിൾ ഓടിച്ചില്ലാണ്. അവൾ ആ ഒരു കെട്ടിൽ നിന്ന് അഴിക്കുകയാണ്. നോക്കുമ്പോൾ അവളുടെ കഴുത്തിൽ ഇതുപോലെ നായകളെ കഴുത്തിൽ കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ബെൽറ്റ് ഉണ്ട്. അങ്ങനെയാണ് അവളെ കൊന്നിരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ കരുതി ഈ ബിയോങ് ആണ് ഹേജോവിനെ കൊന്നതെന്ന്. നേരെ ഇനി തെളിവേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല, അത്രയും പോലീസുകാർ ദൃക്സാക്ഷിയാണ്. പക്ഷേ നമ്മുടെ ഹേജോ അവള് മരണപ്പെട്ടു പോയി. അത് മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ഡിറ്റക്റ്റീവ് അങ്കിൾ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നേരെ ബിയോങ്ങിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്, വിലങ്ങിടുകയാണ്. മാത്രമല്ല പോലീസുകാരെല്ലാവരും കൂടെ അവൻ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുന്നുണ്ട്. അവസാനം പൂർണ്ണമായ തെളിവോട് കൂടിയിട്ട് ബിയോമിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അവസാനം കുറച്ച് വിഷമിപ്പിച്ചു കളഞ്ഞല്ലേ. എന്തായാലും ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, ദർ ഈസ് ഓൾവേസ് പ്ലാൻ ബി. എന്തായിരുന്നു അത്? അതായത് ഹേജുവിനെ ഇതുപോലെ മരിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒന്നാമതായിട്ടുള്ള ഒരു പദ്ധതി അവൾ ഉണ്ടാക്കിയത്. ഈ ബിയോങ്ങിന്റെ കൂട്ടുകാരനായിട്ടുള്ള സൈക്കോയെ കൊല്ലുക, അതിനുശേഷം ബിയോങ്ങിനെ ആ ഒരു കുറ്റത്തിന്റെ പേരിൽ പെടുത്തിക്കളയുക. എന്നാൽ അതിൽ നിന്നും ബിയോങ് രക്ഷപ്പെട്ടു. ഇനി അഥവാ അവൻ അങ്ങനെ രക്ഷപ്പെടുകയാണെങ്കിൽ അവന് വേണ്ടി അടുത്തൊരു പണി വേണ്ടേ? അത് അവൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. അതിനുള്ള ഒരു പ്രാക്ടീസും അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ രണ്ടാനച്ഛനെ അവൾ തല്ലിക്കൊന്നില്ലേ. ഇത് കണ്ട ആ ഒരു ബിയോങ് അവിടെ തന്നെയുള്ള ഹേജോവിനെ കണ്ടു. ഹേജോ അങ്ങ് മനസ്സിലായിട്ടൊന്നുമില്ല, കൊലയാളി അവളാണെന്ന് കരുതി അവളുടെ പിന്നാലെ ഓടിയില്ലേ. എന്നിട്ട് അവസാനം അവളൊരു പാർക്കിലേക്ക് ചെന്നില്ലേ. ആ ഒരു ഓട്ടം തന്നെ ഒരു പ്രാക്ടീസ് ആയിരുന്നു. എന്തായാലും ഒന്നാമത്തെ ആ ഒരു പദ്ധതി അത് പാളിപ്പോയത് കൊണ്ട് തന്നെ ഹേജു രണ്ടാമത്തെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കി. അതിനുവേണ്ടി അവൾക്ക് കൊടുക്കേണ്ടി വന്നത് അവളുടെ ജീവൻ തന്നെയായിരുന്നു. മാത്രമല്ല അവൾ മരിക്കാൻ സമയത്ത് ഒരു കാര്യം മേലോട്ട് നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛാ മോളുടെ അവസാനത്തെ ആ ഒരു ഹോംവർക്കും കഴിഞ്ഞിട്ടുണ്ട് അച്ഛാന്ന്. പിന്നെ മരിക്കുന്നതിൽ അവൾക്ക് ഒരുപാട് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് സ്നേഹിച്ച അച്ഛൻ പോയി, അതുപോലെ തന്നെ അമ്മയും പോയി. ഇനി ആരുണ്ട് ഈ ലോകത്തിൽ? അങ്ങനെയൊക്കെ ചിന്തിച്ച് കളഞ്ഞ സമയത്ത് ആ ഒരു പെൺകുട്ടി ഇത് ചെയ്യാൻ വേണ്ടി നിന്നു. അതിനുവേണ്ടി അവൾക്ക് കൂടുതലായിട്ടുള്ള പ്രിപ്പറേഷന്റെ ആവശ്യമൊന്നും വന്നില്ല. എന്നാലും ഹേജോ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ മനസ്സിന് എന്തൊരു വിഷമം പോലെ. എന്തായാലും ഇപ്പൊ കോർട്ട് റൂമിൽ കാണിക്കുകയാണ്. നല്ല തെളിവ് തന്നെ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല കോർട്ട് റൂമിൽ എല്ലാ പോലീസുകാരും നമ്മുടെ ഹേജോ അവസാനമായിട്ട് ചുറ്റിയ ആ ഒരു ഷാളുണ്ടല്ലോ, അതുപോലത്തെ ഷാള് അവളോടുള്ള ആ ഒരു സ്നേഹം കാരണം കഴുത്തിൽ ചുറ്റി വന്നിരിക്കുകയാണ്. അതുപോലെ ഈ ബിയോങ്ങിന് ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ തൂക്കക്കയറ് തന്നെ കിട്ടുകയാണ്. അവൻ പോലും വിചാരിച്ചില്ല ഒരു ചെറിയ പെൺകുട്ടി ഈ രീതിയിൽ അവനെ ശിക്ഷിക്കുമെന്ന്. എന്തായാലും അവനെ ജയിലിലേക്ക് കൊണ്ടുപോവാണ്. എല്ലാത്തിനും ശേഷം നമ്മുടെ ഡിറ്റക്റ്റീവ് അങ്കിള് നേരെ ഹേജോവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എത്തി നോക്കുമ്പോഴല്ലേ ഒരു കാഴ്ച കാണുന്നത്, ഇത്രയും വർഷമായിട്ട് അവൾ പ്രിപ്പറേഷനിലായിരുന്നു, തയ്യാറെടുപ്പിലായിരുന്നു. അവളുടെ ആ ഒരു പദ്ധതിയുടെ അവസാനമാണ് ഇപ്പൊ നടന്ന അവളുടെ തന്നെ ആ ഒരു മരണം. അവിടെ വെച്ച് എല്ലാ രഹസ്യങ്ങളും ഡിറ്റക്റ്റീവ് അങ്കിൾ മനസ്സിലാക്കുകയാണ്. ആ ഒരു മനുഷ്യനാകെ തകർന്നുപോയി. ആ ചെറിയ പെൺകുട്ടി നമ്മുടെ ഹേജോ അവളുടെ ജീവൻ തന്നെ കൊടുത്തുകൊണ്ട് അവളുടെ ആ ഒരു പ്രതികാരം വീട്ടിരിക്കുകയാണ്. എന്തായാലും ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. എങ്ങനെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ. അപ്പൊ എന്തായാലും ഇതിനേക്കാൾ മികച്ച നല്ലൊരു കഥയുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.